ഹലോ എവരി വൺ. 1 to 1 1 വീക്ക് 1 മൂവി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു സിനിമ വാർത്തയാണ്, തുടക്കത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ 1 to 1 യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക്സ് ഇൻ അഡ്വാൻസ്. തുടക്കം. ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ, അവരുടെ ഡെബ്യൂ, അവരുടെ ആദ്യത്തെ സിനിമ. രണ്ടാമത്തേത് 2018 പോലെ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആൻ്റണി ജോസഫ് പുതിയൊരു സിനിമയായിട്ട് വരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവികളിലൊന്നാണ് തുടക്കം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ട്രെയിലറും സോങ്സൊക്കെ പുറത്ത് വിട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വൈബ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഡ്രാമ എന്നുള്ള ലൈനിലാണ്. അതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആ കാര്യത്തിലൊരു സൂക്ഷ്മത പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഏതാണ്ട്. പക്ഷേ നമുക്ക് സിനിമയിലേക്ക് വന്നാൽ ഇത് കേവലം ഒരു ഫാമിലി ഡ്രാമ മാത്രമല്ല. അത് സിനിമയുടെ ഓപ്പണിംഗ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനപ്പുറത്തേക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയും സിനിമ പറയുന്നുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് ആണ് സബ്ജക്റ്റ് എങ്കിലും ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആക്ഷൻ, റിവെഞ്ച് ആക്ഷൻ സിനിമയാണ്. അപ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ സിനിമയുടെ ഒരു കോർ പ്ലോട്ട് എപ്പോഴും പരിചിതമായിട്ടുള്ള കഥാപരിസരങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ വളരെ ടെംപ്ലേറ്റ് സ്റ്റോറി ലൈൻ എന്ന് നമ്മൾ പറയുന്ന അത്തരം കഥകൾ പറയുമ്പോൾ അത് കൊമേഴ്ഷ്യലി ഹിറ്റാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ജനങ്ങൾ വീണ്ടും ഒരു ആവർത്തന വിരസത ഇല്ലാതെ കാണണമെങ്കിൽ ചില ഘടകങ്ങൾ അനിവാര്യമാണെന്ന് പറയാറുണ്ട് പൊതുവിൽ. അതിലൊന്നാണ് ഡയറക്ടറിൻ്റെ വിഷൻ, സംവിധായകൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തത് ടെക്നിക്കൽ എക്സലൻസി, ടെക്നിക്കലി സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ എഡിറ്റ്സ്, BGM, ആക്ഷൻ കൊറിയോഗ്രാഫി, ഇതിൻ്റെ എല്ലാം ഒരു ബ്ലെൻഡ്. മൂന്നാമത്തത് സ്റ്റാർ പവർ, അതിൻ്റെ ഒരു കാസ്റ്റിംഗ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ജൂഡ് ആൻ്റണി ജോസഫിന് തന്നെയാണ് തുടക്കത്തിന് ഇപ്പോൾ വരുന്ന പോസിറ്റീവ് റിവ്യൂവിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം ഈ പറയുന്ന 3 ഘടകങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് അദ്ദേഹം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു മാസ് ഓഡിയൻസിന്, അതായത് അവരെവിടെ കൈയടിക്കുമെന്നും എവിടെ അവർ ഡിപ്പാവുമെന്നും വളരെ തിരിച്ചറിവുള്ള ഒരു സംവിധായകൻ്റെ സിഗ്നേച്ചറാണ് സിനിമ. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ്, വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ സിനിമ. അവരുടെ നമുക്ക് നേരത്തെ അറിയാം തായ് ബോക്സിങ് അവർ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവരുടെ ഈ സിനിമയിലെ കഥാപാത്രത്തിന് വളരെ ഗുണകരമായി വന്നിട്ടുണ്ട്. സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ മീനു എന്ന് പറയുന്ന വിസ്മയ അവതരിപ്പിച്ച കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ അച്ഛൻ സായികുമാറാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അയാളുടെ കഥാപാത്രമായിട്ടാണ്, വില്ലേജ് ഓഫീസറുടെ. അവരൊരു ഇടുക്കി ജില്ലയിലെ ഒരു മലയോര പ്രദേശത്ത് താമസം മാറി വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളോടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഫാമിലി വളരെ ലൈറ്റായിട്ടാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഡ്രോപ്സൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. പക്ഷേ സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു ഫാമിലി ഡ്രാമയല്ല എന്നുള്ളത്. കാസ്റ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ വിസ്മയ, അതുപോലെ എടുത്തു പറയേണ്ടത് ഒന്നാണ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മകൻ ആശിഷ് ആൻ്റണി. അദ്ദേഹം അങ്ങനെ വലിയ ഡയലോഗുകളോ നീണ്ട സംഭാഷണങ്ങളോ ഒന്നും ഇല്ലെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ചില നോട്ടങ്ങളിലൂടെ, ബോഡി മൂവ്മെൻറ്റ്സിലൂടെയൊക്കെ അദ്ദേഹം ആ വില്ലനിസം അതിൻ്റെ പീക്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. വലിയ കയ്യടി അർഹിക്കുന്നുണ്ട് അദ്ദേഹം. എനിക്ക് തോന്നുന്നു പുള്ളി ഇനി ഈ പറയുന്ന പോലെ കുറേ കൂടി കഥാപാത്രങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നീട് മോഹൻലാലിൻ്റെ ഓഫ് കോഴ്സ് ക്യാമിയോ അപ്പിയറൻസ്. ഈ സമ്മറിൻ ബത്ലഹേം മുതൽ ജയിലർ വരെ നമ്മളെ ഞെട്ടിച്ച ഒരുപാട് ലാൽ ക്യാമിയോ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കാവുന്ന ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ് ഇതിലും ഉള്ളത്. ഈ മീനു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മാസ്റ്ററായിട്ടാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം വരുന്ന 2 സീനുകളും തിയേറ്ററിൽ ഭയങ്കര ഓളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പൈസ വസൂൽ സംഭവമാണ്.
ഇപ്പോൾ വിസ്മയുടെ കാര്യം പറഞ്ഞത് തായ് ബോക്സിങ്ങിൻ്റെ ഒരു ഗുണം അവർക്കുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ പറയുന്നത് അവരവിടെ പലതരത്തിലുള്ള ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതെല്ലാം അവർ വളരെ കറക്റ്റായിട്ട് ആ മീറ്ററിൽ ആദ്യ സിനിമയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ എപ്പോഴും ഈ മാസ് ആക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ കുറച്ച് ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളിൽ നിന്ന് തോന്നിക്കുന്ന ചില ഘട്ടങ്ങളിൽ ഈ ടെക്നിക്കൽ ടീമിൻ്റെ ചലഞ്ചസ് ഭയങ്കര കൂടുതലാണ്. കാര്യം ഒരേ സമയം നിങ്ങൾ ആ കഥാ പരിസരത്തെ നിങ്ങൾ പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു എൻ്റർടൈൻ ദം. അപ്പോൾ ആ രീതിയിൽ സിനിമാറ്റോഗ്രാഫി, പ്രത്യേകിച്ച് ഇൻ്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സ് രംഗങ്ങളും എല്ലാം നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിലിരുന്ന തരത്തിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അഖിൽ ജോർജും ജോമോൻ ടി ജോണും ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. പിന്നെ ചമൻ ചാക്കോ എഡിറ്റർ, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ടൗൺ നൗ. ചമൻ ചാക്കോ സിനിമയെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷനും പലതരത്തിലുള്ള ഇമോഷൻസിലൂടെയാണ് ഇവരുടെ ഈ സിനിമ കഥാപാത്രങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എവിടെയും പ്രേക്ഷകന് ഒത്തിരി ലാഗുണ്ട്, ബോറടി തുടങ്ങിയ ബുദ്ധിമുട്ടുകളില്ലാത്ത വിധം അത് എഡിറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് ബിജോയാണ് BGM പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത്. ജെയ്ക്സ് ഈ പറഞ്ഞ പോലെ കുറേ കൂടി സീനിനനുസരിച്ച് എലവേറ്റ് ചെയ്ത് വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി ക്ലൈമാക്സൊക്കെ അടുക്കുമ്പോഴേക്കും പ്രേക്ഷകൻ എത്തുന്ന ഒരു പീക്ക് അല്ലെങ്കിൽ ഒരു പീക്ക് മൊമെൻറ്റിൽ ആണ് ശരിക്കും ജെയ്ക്സ് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെയ്ക്സിൻ്റെ നല്ല ഐറ്റങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. ജെയ്ക്സ് ബിജോയും വലിയ ആ നിലയിൽ ടെക്നിക്കൽ ടീമിൻ്റെ ഭാഗമെന്ന നിലയിൽ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ജൂഡ് ആൻ്റണിയുടെ സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തതാണ് ജൂഡ് ആൻ്റണി ചെയ്ത ഒരു ഡയറക്ടർ എന്ന നിലയിൽ പുള്ളിയുടെ ബ്രില്യൻസ്. പുള്ളിയുടെ ഒരു സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം. 2018 ഒഴിച്ച് ഉള്ള 4 സിനിമകളും ഒരു വുമൻ സെൻട്രിക് ആണ്. അതിപ്പോൾ ഓം ശാന്തി ഓഷാനായാലും ശരി, സാറാസ് ആയാലും ശരി, ഒരു മുത്തശ്ശി കഥയായാലും ഇതിലും വുമൺ സെൻട്രിക് ആണ് തീർച്ചയായിട്ടും. പക്ഷേ അത് കൊമേഴ്ഷ്യൽ പ്രേക്ഷകർക്ക്, എല്ലാത്തരം പ്രേക്ഷകർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെൻസും മിക്സ് ചെയ്ത് ആക്ഷനും അതുപോലെയുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ അല്ലെങ്കിൽ ഈ ഓണാവധിക്കാലത്ത് ഇനി വരാൻ റിലീസാവാനിരിക്കുന്ന ചിത്രങ്ങളിലൂടെ കട്ടക്ക് മത്സരിക്കാൻ തുടക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സിനിമ കണ്ടത് ലാൽ കെയർ ഫാൻസിൻ്റെ കൂടെ ഇരുന്നിട്ടാണ്. FDFS ഫസ്റ്റ് ഷോ ആയിരുന്നു. അപ്പോൾ ഓരോ ഹൈ മൊമെൻറ്റിലും തിയേറ്ററിലെ റെസ്പോൺസ് കണ്ടാൽ അറിയാം. ലാൽ ഫാൻസിന് തീർച്ചയായിട്ടും ഒരു ഗംഭീര വിരുന്നായിരിക്കും ഈ മൂവി. പല അർത്ഥത്തിലും ചില ഡയലോഗുകളുണ്ട്, ആക്ഷൻ സീക്വൻസുകളുണ്ട്. സോ ലാൽ ഫാൻസിന് ഈ ഓണക്കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഓഫ് കോഴ്സ് ഖലീഫ ഇസ് ദർ. പക്ഷേ ഖലീഫക്ക് മുൻപേ കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും തുടക്കം. അത് കാരണം ഞാനിപ്പോൾ ഇതുവരെ കണ്ട പ്രേക്ഷക പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിലെ കമൻസും എല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വീക്കെൻഡൊക്കെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമാനുഭവമായിരിക്കും. യു വിൽ നെവർ ഡിസപ്പോയിൻറ്റ്. ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇൻ തിയേറ്റർ. മറ്റൊരു ഗംഭീര സിനിമയായിട്ട് വീണ്ടും വരാം. ഇറ്റ് റിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.